പെരുമ്പാമ്പെന്ന് പറയുന്നത് ഈ വലിപ്പത്തിൽ കൂടുതലായിട്ട് വളരുന്ന പാമ്പുകളാണ്. പെരുമ്പാമ്പെന്നും മലമ്പാമ്പെന്നും ഒക്കെ പല രീതിയിലുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ കാണുന്നത്, ഒന്ന് ആൺ പെരുമ്പാമ്പ്, പെണ്ണുമാണ്. അതിൻ്റെ ആൺവർഗത്തിൻ്റെ ഈ മലദ്വാരത്തിൻ്റെ രണ്ട് വശത്തും രണ്ട് മുള്ളുകൾ പോലെയുള്ള രണ്ട് മുള്ളുകളുണ്ട്. അത് അതിൻ്റെ ഇണ ചേരുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആളുകൾ ഇങ്ങനെ കരുതുന്ന പോലെ അത് അപകടപ്പെടുത്തുന്ന ഒരു സാധനമായിട്ടല്ല അതിവിടെ കാണുന്നത്. പൊതുവേ നമ്മുടെ ഇവിടെ കാണുന്നത് ആവറേജ് ഒരു 17 കിലോ, 20 കിലോ, 25 കിലോ വരുന്നതാണ്. അപൂർവം ചില 35 കിലോ ഉള്ള പാമ്പുകളെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ വളരെ നിരുപദ്രവകാരിയായ ഒരു ജീവിയാണ് ഈ പെരുമ്പാമ്പ്. നമ്മുടെ ഈ പ്രദേശത്ത് ധാരാളം കാണുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ഭക്ഷണ സമയത്തത് കോഴികളെയോ മറ്റേതെങ്കിലും ജീവികളെ പിടിച്ചു തിന്നുന്നു എന്നല്ലാതെ മനുഷ്യനെ കാത്തിരുന്ന് ഉപദ്രവിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും ഈ പാമ്പുകൾ ഉണ്ടാക്കാറില്ല. കൂടുതൽ മലകളുള്ള സ്ഥലങ്ങളിലാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ മലമ്പാമ്പ് എന്നൊക്കെ പേര് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഈ മൂവാറ്റുപുഴയുടെ പരിസരങ്ങളിൽ പലപ്പോഴും ഇതിനെ ഇങ്ങനെ കാണാറുണ്ട്. കിഴക്കക്കര, പെരുമറ്റം ഭാഗങ്ങളിൽ ധാരാളമായിട്ട് ഇതിനെ നമുക്ക് കണ്ടു കിട്ടാറുണ്ട്. അതിൻ്റെ പരിസരങ്ങളിൽ മൂവാറ്റുപുഴയുടെ പല പ്രദേശങ്ങളിലും നമുക്കിതിനെ കണ്ടു കിട്ടാറുണ്ട്. ആളുകൾ ഇതിനെ കണ്ട് ഭയപ്പെട്ടിട്ട് അതിനെ വളരെയധികം ഉപദ്രവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെ ഉപദ്രവിക്കേണ്ട യാതൊരു പ്രശ്നമില്ല. നിസ്സാരമായ രീതിയിൽ തന്നെ അതിനെ നമ്മൾ പിടിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥയായ വനത്തിൽ നമുക്ക് എത്തിക്കുകയാണെങ്കിൽ അത് നിലനിന്ന് പൊയ്ക്കോളും. ഇതൊക്കെ സമൂഹത്തിന് വളരെ ആവശ്യമായ ജീവികളാണ്. പക്ഷേ ആളുകളത് കരുതാതെ പലപ്പോഴും ഇതിനെ കൊല്ലുകയോ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ഉണ്ടാക്കുകയോ ചെയ്യാറുണ്ട്. പല പാമ്പുകളും പുഴ വഴി സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ വലിയ മലവെള്ളപ്പാച്ചിലുകളുള്ളപ്പോഴൊക്കെ ഇത് പുഴ വഴി സഞ്ചരിക്കാറുണ്ട്. അതുകൊണ്ട് പുഴവെള്ളത്തിലൂടെ ഇത് മറ്റു പല പ്രദേശങ്ങളിൽ എത്തിച്ചേരുകയും അവിടെ ആവാസ വ്യവസ്ഥയായി അവിടെ സ്വീകരിക്കുകയും അവിടെ പിന്നീട് പെറ്റുവരികയും ചെയ്യുന്നത് സംഭവം നമ്മൾ കാണാറുണ്ട്. ഞാൻ പൊതുവേ ഇത് മാത്രമല്ല, എല്ലാ പാമ്പുകളും പിടിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരം പാമ്പുകളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അത് ഫോറസ്റ്റ് വകുപ്പിനെ അറിയിക്കുകയും സുരക്ഷിതമായ രീതിയിൽ കാട്ടിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊതുവേ ഞാൻ പിടിക്കുന്ന പാമ്പുകൾക്ക് പരിക്കുകളൊന്നും ഏൽക്കാറില്ല. അങ്ങനെ ആയതുകൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കി വിടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ കാട്ടിലേക്ക് വിടാവുന്നതാണ്. പരിക്കുകളൊന്നും പൊതുവെ സംഭവിക്കാറില്ല. ഇത് കൂടുതലായിട്ട് ഉപദ്രവിക്കുന്നത് ഇത് കടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും വിഷമില്ലാത്ത കടിയാണ്. ഇതിന് വിഷസഞ്ചിയില്ല, വിഷപ്പല്ലുകളുമില്ല. ഇതിൻ്റെ വായിൽ കാണുന്ന 3 നിര പല്ലുകൾ എന്ന് പറയുന്നത് ഇര പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവയവം മാത്രമാണ്. 3 നിര പല്ലുകൾ ചവച്ചരയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല്ലുകളല്ല ഇതിനുള്ളത്. ഇരയെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അത് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള പല്ലുകളാണ് പൊതുവെ ഇതിനുള്ളത്. സംഭവിക്കുന്നത് ഇതിൻ്റെ കടിയോടുകൂടി ഇതിൻ്റെ ഒരു പ്രഷർ ചെലുത്തുന്നത് കൊണ്ട് ഇതിൻ്റെ കടിയുടെ ഭാഗങ്ങളെല്ലാം മുറിവുണ്ടാകുകയും ധാരാളം ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുകയും അതിന് നല്ല വേദന അനുഭവപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ ഇതിൻ്റെ ആക്രമണ രീതി. വിഷം തീർത്തും ഇല്ലാത്ത പാമ്പാണ്. വിഷസഞ്ചിയില്ല, വിഷപ്പല്ലുകളും ഇല്ലാത്ത പാമ്പാണ് പെരുമ്പാമ്പുകൾ. പാമ്പുകൾക്ക് പൊതുവെ കണ്ണടയ്ക്കുന്ന സ്വഭാവങ്ങളില്ല. കണ്ണടയ്ക്കാനുള്ള കൺപോളകൾ, കൺപീലികൾ ഇല്ലാത്ത ജീവിയാണ് പാമ്പുകൾ. ഇതിൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ പാമ്പിനെ പിടിക്കും. ഒരു ഗുരുനാഥനില്ലാത്ത അഭ്യാസമാണ് ഈ പാമ്പ് പിടുത്തം എന്ന് പറയുന്നത്. ഇതിൻ്റെ പിടുത്തം നമ്മൾ കൂടുതൽ പഠിച്ചതും ഇത് ശീലിച്ചതും നമ്മൾ ഇതിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല പഠനങ്ങളല്ലേ അതിനുമായിട്ട് കൂടുതൽ അടുത്തിടപെടുമ്പോഴാണ് ഇതിൻ്റെ ശീലങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ ആ ശീലങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പിടുത്തമാണ് പൊതുവെ നമ്മൾ ശീലിച്ചിരിക്കുന്നത്. പൊതുവെ നമ്മൾ ഈ ആക്രമണ സ്വഭാവത്തോടു കൂടി അല്ലാതെ ഏത് ജീവികളുടെ അടുക്കലും നമ്മൾ അടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നമ്മുടെ പരിധിയിൽ വരുത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ പാമ്പ് പിടുത്തത്തിൻ്റെയും ഒരു പ്രത്യേകത. പൊതുവെ നമ്മൾ ഇങ്ങനെയുള്ള പാമ്പുകളെ കാണുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആളുകളോട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാറുണ്ട്. ഇത് വളരെ നിരുപദ്രവകാരിയായ ജീവിയാണ്. ഇതിനെ ഉപദ്രവിക്കേണ്ട യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇതിനെ ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. ഇത് ആളുകളെ എങ്ങനെ ആക്രമിക്കുന്ന സ്വഭാവങ്ങളൊന്നുമില്ല. ഇതിന് വിശപ്പ് എന്ന് പറയുന്ന വിശപ്പിൻ്റെ സമയത്ത് മാത്രമാണ് ഇതിങ്ങനെ ഇര തേടി ഇറങ്ങാറ് തന്നെയുള്ളൂ. വളരെ മാസങ്ങളോളം പട്ടിണി ഇരിക്കുന്ന ഒരു ജീവിയാണ് പാമ്പ്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും എന്നല്ലാതെ പിന്നീട് അത് ദഹിക്കുമ്പോൾ മാത്രമാണ് പിന്നെ ഭക്ഷണത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ അതിനിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 6 മാസം വരെയൊക്കെയുള്ള കാലയളവ് അത് പട്ടിണിയായിട്ടിരിക്കുമെന്ന് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കോഴിയെ തിന്നുന്ന പാമ്പാണ് മലമ്പാമ്പൊക്കെ. പൊതുവെ ഒരു കോഴിയെ പിടിച്ചാൽ ഏകദേശം അതിനെ പിടിച്ചതിന് ശേഷം 2.5 മണിക്കൂർ വേണ്ടി വരും അത് അതിൻ്റെ വായിലൂടെ അത് കടന്നു പോകും. അത്ര സമയം വേണ്ടി വരും. ഇര പിടിച്ചിട്ട് ഏതെങ്കിലും മാളങ്ങളിലോ അതുപോലെ വേരുകൾക്കിടയിലൊക്കെ അതിങ്ങനെ കടന്ന് അതിൻ്റെ ശരീരം വളരെയധികം ബലം കൊടുത്ത് അതിൻ്റെ അകത്ത് കിടക്കുന്ന ഇരയെ അതിങ്ങനെ ഒരാടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഒരാടല്ല. ആടിൻ്റെ പാമ്പിന് വെയിറ്റ് ചെന്നാൽ അതങ്ങ് നീളം വയ്ക്കും. പാമ്പ് കൊന്നാൽ മാത്രമേ പാമ്പ് തിന്നാറുള്ളൂ.
പാമ്പ് പിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു തുണിയോ ഒരു പ്ലാസ്റ്റിക് ചാക്കോ നമ്മുടെ കൈവശം കരുതി കഴിഞ്ഞാൽ ഏതാൾക്കും പാമ്പിനെ പിടിക്കാം. അങ്ങനെ കൈവശം കരുതിയിരിക്കുന്ന ചാക്കുമായിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് കടിച്ചാൽ തന്നെയും ഈ തുണിയിലോ നമ്മുടെ കയ്യിലിരിക്കുന്ന ചാക്കിലോ മാത്രമേ കടിക്കാറുള്ളൂ. ആ സമയത്ത് നമുക്ക് അപകടമൊന്നും അങ്ങനെ പറ്റാറില്ല. അങ്ങനെ കൊണ്ടുപോകുന്ന തുണിയോ ചാക്കോ ഇതിൻ്റെ തലയിലേക്ക് ഇടുകയും ആ തലയോട് കൂട്ടി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കസ്റ്റഡിയിലാകുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിനെ പൊതുവെ പിടിക്കേണ്ടത്. മറ്റേ കുടുക്കുകളൊന്നും ഇട്ട് മുറുക്കി ഇതിനെ പിടിക്കരുത്. അതിന് വളരെയധികം പരിക്കുകളുണ്ടാകും. പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴുത്തിലിടുന്ന പാമ്പ് ചില സമയങ്ങളിൽ അതിൻ്റെ രണ്ട് വശവും ഉള്ളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കർണഞരമ്പ് മുറുകുന്നതുകൊണ്ട് ഈ തൂങ്ങി മരിക്കുമ്പോൾ നമുക്ക് മരിക്കാൻ കാരണമാകുന്നത് ഈ കർണഞരമ്പുകൾ മുറുകി മരിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഞരമ്പിൽ പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കൈകളൊക്കെ അനങ്ങാതാകുന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട്. അതുകൊണ്ട് പൊതുവെ കഴുത്തിലൊക്കെ ഇട്ട് നടക്കുന്നവർ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ ഇടാൻ ശ്രമിക്കുന്നവർ അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വലിയ ആളുകളെ ഒന്നും ഇത് ഞെരുക്കിയൊന്നും അപായപ്പെടുത്തുക. എല്ലാ പാമ്പുകളുടെയും തല എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ ഒരു അവയവമാണ്. നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിൽ അത് വലുതാകും. അങ്ങനെ വലുതാകുന്ന ഒരു തലയിലൂടെ വളരെ വലിയ ഇരകളെ പോലും അതിൻ്റെ ശരീരത്തിനകത്താക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ പറയുകയാണെങ്കിൽ നമ്മളൊരു കളർ തൂവലുകളുള്ള ഒരു കോഴിയെ വിഴുങ്ങുന്ന സമയത്ത് ആ തൂവലുകളുടെ കളറുകൾ നമുക്ക് പുറത്ത് കാണാൻ കഴിയും. അത്ര നൈസായി തൊലി ലൂസാകും, വലിപ്പം വയ്ക്കും. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. അതിൻ്റെ വണ്ണത്തിൻ്റെ ഏകദേശം ഒരു 3 ഇരട്ടിയൊക്കെ വലിപ്പം വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പാമ്പുകളെ കുറിച്ച് പൊതുവേ ആളുകൾക്ക് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊരു സംഗതിയാണ് പാമ്പുകളെ മുറിച്ചു കഴിഞ്ഞാൽ മുറി കൂടുമെന്നും അങ്ങനെ പണ്ടൊക്കെ മുറിച്ചപ്പോൾ മുറി കൂടി കഥകളൊക്കെ ആളുകൾ കണ്ടതും കേട്ടതുമായിട്ടൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെയില്ല. ചെറിയ പരിക്കുകൾ പോലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പരിക്കുകളുടെ അതിൻ്റെ ശരീരത്തിൽ ദീർഘകാലം നിലനിൽക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആയുർവേദ ഈ വിധിയിലൊക്കെ ഇത് ധാരാളം ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ നെയ്യെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉപയോഗക്രമങ്ങളോ മറ്റൊന്നും നമുക്ക് അറിയില്ല. ഇതിൻ്റെ നെയ്യ് ഉപയോഗിക്കണമെങ്കിൽ വെയിലത്ത് വെച്ച് തന്നെ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. തീയോ മറ്റു യാതൊരു സംവിധാനം ഇല്ലാതെ സൂര്യൻ്റെ ചൂട് കൊണ്ട് തന്നെ പാറയിലിട്ടൊക്കെ എടുക്കണമെന്നതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ജീവികളെ പിടിക്കുമ്പോൾ ഞാൻ പിടിക്കുന്നത് പല രീതിയിലാണെങ്കിലും പൊതുവെ ഇങ്ങനെയുള്ള ജീവികളെ പിടിക്കാൻ ആർക്കും എളുപ്പമാകുന്ന ഒരു ഉപകരണം ഞാൻ ഇതിനെ കൊടുത്തുകൂടെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഏത് ജീവികളും കടിക്കുന്ന ഏത് ജീവികളും നീർനായ, പട്ടി, പൂച്ച, മരപ്പെട്ടി അതുപോലെയുള്ള ഏത് ജീവികളും പാമ്പടക്കമുള്ള ഏത് ജീവികളെയും നമുക്ക് വളരെ സുരക്ഷിതമായ രീതിയിൽ നമുക്ക് ഉപദ്രവങ്ങൾ ഏൽക്കാത്ത രീതിയിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നിസ്സാരമായ ചെലവിൽ ഉണ്ടാക്കാൻ കഴിയും. എത്ര മാരകമായ അപകടത്തിൽ ഇപ്പോൾ പേ ബാധിച്ച ജീവികളെ പോലും നമുക്ക് സുരക്ഷിതമായ രീതിയിൽ നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉപകരണത്തെക്കുറിച്ച് ഞാൻ ഇതിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മൾ ആ ഉപകരണത്തിന് വേണ്ടത് നമുക്ക് ഭയപ്പാടുള്ള ആളാണെങ്കിൽ എത്രയാണോ ഭയപ്പാട് അനുസരിച്ചിട്ട് നമുക്ക് ആ പൈപ്പിൻ്റെ നീളം കൂട്ടാം. അപ്പോൾ വലിയ ശക്തി കൂടിയ ജീവികളാണെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ പൈപ്പ് എടുക്കുക, അല്ലെങ്കിൽ PVC പൈപ്പ് എടുക്കുക. അത് 5 അടിയാകാം, 6 അടിയാകാം, 3 അടിയാകാം. നമുക്ക് അല്പം ഭയം കൂടുതലാണെങ്കിൽ നീളം കൂട്ടിയെടുക്കാം. അങ്ങനെ ആ എടുത്ത പൈപ്പിലൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറോ കേബിളോ പ്ലാസ്റ്റിക് കയറോ ഇലക്ട്രിക് കേബിളോ നമ്മൾ ആ പൈപ്പിനേക്കാൾ ഇരട്ടിയിൽ ഒരു 2 അടിയും കൂടെ കൂടുതൽ നീളമുള്ള ഒരു കയറെടുക്കുക. എന്നിട്ടത് നടുവേ മടക്കിയതിന് ശേഷം 2 അറ്റവും ഇതുപോലെ നമ്മൾ ഈ പൈപ്പിനകത്ത് കടത്തുക. ഇതാണ് ഈ ഉപകരണം എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലെ ഈ ഉപകരണം കൊണ്ട് ഏത് കടിക്കുന്ന ജീവിയെയും അതിൻ്റെ തല തന്നെ നമ്മുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ നമുക്കതിനെ ഉപദ്രവം ഇല്ലാതാക്കാൻ കഴിയും. ആ ഒരു ഉപകരണം കാണിച്ചു തരികയാണ്. ഇങ്ങനെ നമ്മളതിൻ്റെ തലയിൽ പതിയെ പോയി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. ഈ ഉപകരണം കൊണ്ട് നമുക്കിപ്പോൾ ഒരു തരത്തിലും അതിനെ നമുക്ക് തിരിച്ച് അതിൻ്റെ താവളത്തിൽ എത്തിക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ടി വരുന്ന അതിനെ കൊല്ലുവാൻ പോലും ഇതിന് കഴിയുന്നുണ്ട്. പക്ഷേ സുരക്ഷിതമായ രീതിയിൽ അതിനെ നമുക്ക് എത്തിക്കുവാനും കഴിയും. അതുകൊണ്ട് ഈ ഉപകരണങ്ങളാണ് പൊതുവെ നമ്മൾ ഇങ്ങനെയുള്ള ജീവികളെ ഉപദ്രവകാരിയായ ജീവികളെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്.